بسم الله الرحمن الرحيم الحمد لله رب العالمين الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين بسم الله الرحمن الرحيم يا أيها الذين آمنوا اذكروا الله ذكرا كثيرا صدق الله مولانا العظيم. മുന്നിൽ ചെയർ കുറച്ച് കാലിയുണ്ട്, അത് ബാക്കിലുള്ളവർ ആ മുന്നിലുള്ള ചെയർ ഒന്ന് ഫില്ല് ചെയ്താൽ ഇത് ഈ കുറിച്ചിൽ കൂടെ കുറച്ച് ഈ ബാക്കിൽ കുറച്ചുണ്ടല്ലോ, കുറച്ച് മുന്നേ ഇരുന്നാൽ എൻ്റെ ബാക്കിലുള്ളവർക്കെല്ലാം ഉപകാരപ്പെടും. بسم الله الرحمن الرحيم يا أيها الذين آمنوا اذكروا الله ذكرا كثيرا صدق الله مولانا العظيم. مثل الذي يذكر ربه والذي لا يذكر ربه كمثل الحي والميت صدق رسول الله صلى الله عليه وسلم. السلام عليكم ورحمة الله. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ നമ്മുടെ ഈ മജ്ലിസ് നമ്മിൽ നിന്ന് ഖബൂൽ ചെയ്യുമാറാകട്ടെ. നമ്മുടെ ദോഷങ്ങൾ പൊറുക്കാൻ കാരണമായി അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. നമ്മുടെ ഓരോരുത്തരും ആഖിബത്ത് നന്നാകാനും ഈ മജ്ലിസ് അല്ലാഹു കാരണമാക്കട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് കൂടുതൽ സംസാരിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. എല്ലാ കാര്യങ്ങളും അതിൻ്റേതായ രൂപത്തിൽ വിവരിക്കാൻ എല്ലാ നിലക്കും അർഹതയുള്ള നമ്മുടെ എല്ലാമായ ബഹുമാനപ്പെട്ട സഖാഫി ഉസ്താദ് ഇവിടെ ഉണ്ട്. ഇൻഷാ അല്ലാഹ് നാം എല്ലാവരും വളരെയേറെ ബഹുമാനിക്കുകയും ആദരിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന ബഹുമാനപ്പെട്ട സയ്യിദ് ശിഹാബുദ്ദീൻ തങ്ങൾ അല്ലാഹുവിൻ്റെ തൗഫീഖ് കൊണ്ട് ഇവിടെ വർഷങ്ങൾക്ക് മുമ്പ് മാസം തോറും നടത്തിവരുന്ന മഹത്തായ ജലാലിയ, അതിൻ്റെ വളരെ വിപുലമായ നിലക്കുള്ള 6 വാർഷികങ്ങളും ഇവിടെ നടന്നു കഴിഞ്ഞിട്ടുണ്ട്. ഈ പ്രാവശ്യം നിങ്ങളൊക്കെ അറിഞ്ഞതുപോലെ ഡിസംബർ 20-ാം തീയതി ജലാലിയാൻ്റെ 7ാമത്തെ വാർഷികമാണ് നടത്താൻ തീരുമാനിച്ചിട്ടുള്ളത്. എല്ലാം അല്ലാഹു ഖബൂൽ ചെയ്യുമാറാകട്ടെ, എല്ലാം അല്ലാഹു വിജയിപ്പിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് 7ാം വാർഷികത്തിൻ്റെ മുഖവരിയായി മാസത്തിൻ്റെ ജലാലിയെയും ഒരു സ്വാഗത സംഘ രൂപീകരണവും അതൊക്കെയാണ് ഇന്നത്തെ പരിപാടി കൊണ്ട് കരുതിയിട്ടുള്ളത്. ഏതായിരുന്നാലും അല്ലാഹുവിൻ്റെ ശരിയായ ദാക്കിരിങ്ങളെ കൂട്ടത്തിൽ ഉൾപ്പെടാൻ നമുക്ക് അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. യാ അയ്യുഹല്ലദീന ആമനു ഉദ്കുറുല്ലാഹ ദിക്റൻ കസീറാ. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തുന്നു, യാ അയ്യുഹല്ലദീന ആമനു, സത്യവിശ്വാസികളെ, മുഅ്മിനീങ്ങളെ, ഉദ്കുറുല്ലാഹ, അല്ലാഹ്ക്ക് നിങ്ങൾ ദിക്ർ ചൊല്ലണം. ദിക്റൻ കസീറാ, ഒരൽപ്പം ദിക്ർ ചൊല്ലിയാൽ പോല, അധികരിച്ച ദിക്ർ, കൂടുതലായ ദിക്ർ അല്ലാഹ്ക്ക് നിങ്ങൾ ദിക്ർ ചൊല്ലണം എന്ന് ഈ ആയത്തിൽ കൂടി അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. ഇവിടെ നമുക്ക് ചിന്തിക്കാനുള്ളത്, മനസ്സിലാക്കാനുള്ളത്, ഈ അധികരിച്ച ദിക്ർ എന്ന് പറഞ്ഞാൽ എന്താണ്? അല്ലാഹു പറഞ്ഞത് അങ്ങനെയല്ലേ, നിങ്ങൾ പെരുത്തു ദിക്ർ ചൊല്ലണം, അധികരിച്ച ദിക്ർ ചൊല്ലണം. ഈ പെരുത്തു ദിക്റിയല്ല, അധികമായി ദിക്റിയല്ല എന്ന് പറഞ്ഞാൽ എന്താണ്?
അതിൻ്റെ താല്പര്യം ആ വിശുദ്ധ ആയത്ത് വിവരിച്ചുകൊണ്ട് മഹാനായ ഇമാം സാവി തങ്ങൾ മുഫറുടെ തഫ്സീർ സാവിയിൽ വിവരിക്കുന്നു. ഐ ബിൽ ലൈലി വന്നഹാരി ഫിൽ ബർരി വൽ ബഹരി വൽ ഹളരി വസ്സഫരി വസ്സിഹത്തി വസ്സഖമി വസ്സിർരി വൽ അലാനിയത്തി വഫീ കുല്ലി ഹാൽ. അള്ളാഹ്ക്ക് നിങ്ങൾ അധികമായി ദിക്ർ ചൊല്ലണമെന്ന് അള്ളാഹു പറഞ്ഞതിൻ്റെ താല്പര്യം നിങ്ങൾ പകല് സമയത്ത് ദിക്ർ ചൊല്ലണം പോരാ, രാത്രി സമയത്തും ദിക്ർ ചൊല്ലണം പോരാ, നിങ്ങൾ കരയിലുള്ള സമയത്തും ദിക്ർ ചൊല്ലണം, കടലിൽ സഞ്ചരിക്കുന്ന സമയത്തും നിങ്ങൾ എന്താക്കണം, ബഹറിൽ സമുദ്രത്തിൽ സഞ്ചരിക്കുന്ന സമയത്തും അള്ളാഹ്ക്ക് നിങ്ങൾ ദിക്ർ ചൊല്ലണം. മാത്രമല്ല നിങ്ങൾക്ക് ആരോഗ്യമുള്ള സമയത്തും ദിക്ർ ചൊല്ലണം. ആരോഗ്യം കുറഞ്ഞ് എല്ലാ ആരോഗ്യവും നഷ്ടപ്പെട്ട് നിങ്ങളൊരു പക്ഷേ കിടപ്പിലായി, അള്ളാഹു കാത്തു സലാമത്താക്കി തരട്ടെ. നമ്മളെല്ലാവരും ആഫിയത്തിന് അള്ളാഹു നിലനിർത്തി തരട്ടെ. അങ്ങനെ ആഫിയത്ത് ഉള്ള സമയത്തും ദിക്ർ ചൊല്ലണം, ആഫിയത്ത് നഷ്ടപ്പെട്ട സമയത്തും ദിക്ർ ചൊല്ലണം. മാത്രമല്ല ആരും അറിയാതെ ഒറ്റക്കിരുന്ന് രഹസ്യമായി നിങ്ങൾ ദിക്ർ ചൊല്ലണം പതിരാ സമയം പോലത്തെ സമയത്ത്. മാത്രമല്ല വൽ അലാനിയ, ഇതുപോലത്തെ വലിയ വലിയ മജ്ലിസ് ഉണ്ടാക്കി പരസ്യമായിട്ടും നിങ്ങൾ അല്ലാഹുക്ക് ദിക്ർ ചൊല്ലണം. ഇതൊക്കെയാണ് നിങ്ങൾ അള്ളാഹ്ക്ക് പെരുത്തും ദിക്ർ ചൊല്ലണമെന്ന് അള്ളാഹു പറഞ്ഞതിൻ്റെ താല്പര്യമെന്ന് മഹാനായ ഇമാം സാവി തങ്ങൾ ഈ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് മുമ്പുള്ള തഫ്സീർ സാവിയിൽ പറയുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ നീട്ടുകയല്ല, ചുരുക്കുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ആ നിലക്ക് അള്ളാഹുവിനെ എല്ലാ സമയത്തും അള്ളാഹ്ക്ക് ദിക്ർ ചൊല്ലുന്ന ശരിയായ യഥാർത്ഥ ദാക്കിര്യങ്ങളെ കൂട്ടത്തിൽ എന്നെയും നിങ്ങളെയും നമ്മുടെ കുടുംബത്തെയും ബന്ധപ്പെട്ട എല്ലാവരെയും അള്ളാഹു സുബ്ഹാനഹു വ തആല ഉൾപ്പെടുത്തി തരുമാറാകട്ടെ. ആ നിലക്കുള്ള ദാക്കിര്യങ്ങളിൽ നമ്മൾ പെട്ടാൽ ഈ ലോകത്തോട് വിട പറയേണ്ട ഒരു സമയമുണ്ടല്ലോ, ആ സമയത്ത് നമുക്ക് നന്നായി ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു തൗഹീദ് ഉച്ചരിച്ച് പൂർണ്ണമായി ഈമാനോടുകൂടി നമുക്ക് ഈ ലോകത്തോട് വിട പറയാൻ അള്ളാഹു അവസരമുണ്ടാക്കുമെന്നതിൽ ആർക്കും സംശയം വേണ്ട. അത്തരം ഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ നമ്മെ എല്ലാവരും അള്ളാഹു ഉൾപ്പെടുത്തി തരുമാറാകട്ടെ. ബഹുമാനപ്പെട്ട സയ്യിദവറുകൾ ക്ഷണിച്ചപ്പോൾ സയ്യിദവറുകളുടെ മഹബത്ത് കൊണ്ട്, അള്ളാഹിൻ്റെ ദിക്റിനോടുള്ള മഹബത്ത് കൊണ്ടാണ് നമ്മളൊക്കെ ഇവിടെ വന്നു ചേർന്നിട്ടുള്ളത്. ഇൻഷാ അല്ലാഹ് കുറഞ്ഞ ദിവസങ്ങളേ ഉള്ളൂ ഹലാലിയൻ്റെ 7ാമത്തെ വാർഷികത്തിന്. കഴിഞ്ഞ 6 വാർഷികങ്ങളെക്കാൾ കഴിഞ്ഞ 6 വാർഷികങ്ങളും വമ്പിച്ച വിജയം തന്നെയാണ്. വളരെ റാഹത്തുള്ള വാർഷികങ്ങളാണ്, നമ്മളൊക്കെ അതിൽ സംബന്ധിച്ചവരാണ്. ഈ പ്രാവശ്യത്തെ വാർഷികവും നല്ല റാഹത്തോടുകൂടി, നല്ല കബൂലിയത്തോടുകൂടി, നല്ല വിജയത്തോടുകൂടി അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പൂർത്തീകരിച്ച് തരുമാറാകട്ടെ. ഇങ്ങനെയുള്ള മജ്ലിസിലേക്ക് പോയെങ്കിൽ ഞാൻ പിന്നെ ഇടയിൽ അടിച്ചിട്ട് പോകുന്ന സ്വഭാവം ഇല്ല. തങ്ങളുടെ മജ്ലിസ് ഒരിക്കലും ഞാൻ പോയതില്ല. ഇന്ന് എന്താ പോകുന്നത് പറഞ്ഞെങ്കിൽ പകൽ സമയത്ത് കുറേ ചമച്ചു പോയി, ചമച്ച് കഫ തുപ്പി ഇപ്പോൾ കുറച്ച് ക്ഷീണമായിപ്പോയി. അതുകൊണ്ട് തങ്ങളെ പൊരുത്തത്തോടുകൂടെ അങ്ങനെ ഇടയിൽ ഇറങ്ങിയിട്ട് പോകാനുള്ള ഒരു കപ്പാസിറ്റി ഉള്ളതല്ല. എല്ലാം പോയിട്ട് അതിൻ്റെ ശേഷം പോകേണ്ട ആളിത്, അത്രേ ഉള്ളൂ. അപ്പം അങ്ങനെ ഒരു ചെറിയ പ്രയാസമുള്ളത് കൊണ്ട് ഇൻഷാ അല്ലാഹ് ഇനിയുള്ള കാര്യങ്ങളെല്ലാം തങ്ങളുടെ നേതൃത്വത്തിലൂടെ ഇവിടെ നടക്കും. അള്ളാഹു എല്ലാം പൂർത്തീകരിച്ച് തരുമാറാകട്ടെ. പ്രത്യേകിച്ച് ഞാനിങ്ങോട്ട് വരുന്ന സമയത്ത് ഞാൻ തങ്ങൾ ആദ്യം തന്നെയുള്ള ദുആ ചെയ്ത് എൻ്റെ പുരൻ്റെ നേരെ മുറ്റത്തുള്ളൊരു പുരക്കാരൻ അബൂബക്കർ 5 വഖ്ത് ജമാഅത്തിന് പള്ളിയിലെത്തുന്ന ആളെ ഉള്ള കൂട്ടത്തിൽ ഇന്ന് കൂലിപ്പണി കഴിഞ്ഞ് വരുന്ന സമയത്ത് ഈ കാട്ടുമട്ടയിൽ ഒരു ആക്സിഡൻറ്റിൽ പെട്ട് ഓനും ഓൻ്റെ കൂടെയുള്ള 2 ആൾക്കാരും, ബൈക്കും ഓട്ടോറിക്ഷയാണ് പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും മുട്ടിയത്. ഇപ്പം നിട്ട ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. സംഭവം എന്തെന്നൊന്നും വേണ്ട പോലെ അറിഞ്ഞിട്ടില്ല.
ഏതായാലും ഈ മജ്ലിസിൽ തങ്ങളും ദ്വാരക്കുന്നു, ഞാനും ദ്വാരക്കുന്നു, നിങ്ങളും ദ്വാരക്കണം. അള്ളാഹുവെ അവരുടെ മുറി, അവരുടെ ആ വിഷമം അള്ളാഹുവെ എത്രയും പെട്ടെന്ന് നീ ഷിഫിയാക്കി കൊടുക്കണേ അള്ളാഹ്. ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കണേ അള്ളാഹ്. അത്തരം അപകടങ്ങളിൽ നിന്ന് ഞങ്ങളെയും ഞങ്ങളെ മക്കളെയും ഞങ്ങളെ ചെറുപ്പക്കാരെയും എല്ലാം നീ കാത്തു സലാമത്താക്കി തരണേ അള്ളാഹ്. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ എന്ന് ദുആ ചെയ്തുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.